ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ടുള്ള സാധനമാണ് കേട്ടോ. ഇതിലില്ലേ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഇതാണ്ട് ഉള്ളി, മല്ലിച്ചപ്പ്, പിന്നെ ബീൻസ് ഉണ്ട് കേട്ടോ. ബീൻസ് ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞിതായി മുറിക്കുക. നമുക്ക് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടാം കേട്ടോ. പച്ചമുളക് ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ് പച്ചമുളക് ഇടാത്തത്. നിങ്ങളുടെ വലിയവർക്കും കഴിക്കാം കേട്ടോ. ഫുഡായിട്ട് തന്നെ കഴിക്കാം. സ്നാക്സ്, ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാം. സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. ഇതിൽ പച്ചമുളക് ഇടണമെങ്കിൽ പച്ചമുളക് ഇടാം. പിന്നെ അടുത്ത് ഞാൻ ഓട്സ് എടുത്തിട്ടുണ്ട്. ഓട്സ് കണ്ടോ, ഈ ഓട്സിന് ഉപ്പും കൂടി സോൾട്ടും കൂടി ഇട്ട് വെച്ചാണ് ഇത് പൊടിച്ചെടുത്ത് ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് എഗ്ഗ് ഒന്ന് ജസ്റ്റ് ബീറ്റുള്ളവർക്ക് ബീറ്റ് ചെയ്തിട്ടിടാം. അപ്പോൾ നല്ല കട്ടി ഉണ്ടാവും. അല്ലാത്തവർക്ക് മിക്സ് ഇട്ടൊന്ന് അടിച്ചിട്ടിടാം കേട്ടോ. ഞാൻ പൊടിച്ചിട്ടൊന്ന് കാണിച്ചു തരാവേ. ഓട്സ് പൊടിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതാട്ടോ എഗ്ഗാണ് കേട്ടോ. മുട്ട പൊടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും നമുക്കിടാം കേട്ടോ. ഇതിലോട്ട് ഇതിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ആദ്യം ചില്ലി ഫ്ലേക്സ് ഒന്ന് പൊടിച്ചിട്ട് അതിലോട്ട് മുട്ട ഒഴിച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം. ഇത്തിരി മുളക് പൊടിയോ കുരുമുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ചില്ലി ഫ്ലേക്സ് ഇട്ട കുട്ടികൾക്ക് കടിക്കുമ്പോൾ ഇത് കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടിയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അവരുടെ ഒരു എരിവിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒന്ന് അടിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ട് കാണിച്ചു തരാവേ. നെക്സ്റ്റ് നന്നായി അടിച്ചെടുത്ത ഈ മുട്ടയിലോട്ട് കുറച്ച് മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ. മിൽക്ക് ആഡ് ചെയ്ത് എന്നിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുത്ത ഈ എഗ്ഗില്ലേ മുട്ട, അത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബീറ്ററുള്ളവർക്ക് ബീറ്റർ ചെയ്താൽ സൂപ്പറായി ഉണ്ടാവും കേട്ടോ കാണാൻ. നമ്മളിങ്ങനെ പാനിൽ ഒഴിക്കത്തില്ലേ, പാനിൽ ഒഴിക്കുമ്പോൾ അതങ്ങനെ പോകത്തില്ല കേട്ടോ. വീഡിയോ ഒന്ന് ഇഷ്ടമായി ആരെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മുടെ ബാറ്ററിന് എത്രത്തോളം ആവശ്യമാണോ അത് നമുക്ക് അറിയാമല്ലോ. ഇങ്ങനെ ദോശ പോലെ ഒഴിക്കേണ്ടത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി വെള്ളം വേണ്ടിട്ട് ഞാൻ വെള്ളം ഒഴിക്കാം. പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാവേ. ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളില്ലേ ദോശ ഒഴിക്കുന്ന സമയത്ത് കല്ലിലൊക്കെ പിടിക്കത്തില്ലേ, കല്ലിൽ പിടിക്കുമ്പോൾ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടില്ലേ നമുക്ക് മുട്ടയില്ലേ, അപ്പോൾ നമുക്ക് ഒഴിക്കാൻ ആവശ്യമായ മാവ്, ഇപ്പോൾ നാല് ആൾക്കാരൊക്കെ തന്നെ ഒരു ഫാമിലി ഉണ്ടാവും. അപ്പോൾ ഒഴിക്കാൻ ആവശ്യമായ ഈ ദോശൻ്റെ ബാറ്ററിലോട്ട് ഒരു മുട്ട ഒന്ന് ഉടച്ചിട്ടൊന്ന് ഒഴിച്ച് നോക്കൂ കേട്ടോ. നമുക്ക് എണ്ണയും തൂവണ്ട, നെയ്യും തൂവണ്ട. കല്ലിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം ഒരു 5-6 ദോശ കഴിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവില്ലേ. ദോശ വെച്ചൊന്ന് പാനൊന്ന് റെഡിയായി കിട്ടണമെങ്കിൽ ഒത്ത നോൺ സ്റ്റിക്ക് ആണെങ്കിലും ഒട്ടിപ്പിടിക്കും കേട്ടോ. എനിക്കൊക്കെ ഒട്ടിപ്പിടിക്കാറുണ്ട്. പിന്നെ ഞാൻ ദോശയ്ക്കും ഇതിനൊക്കെ വേറെ പാൻ ചെയ്തു. ഇപ്പോൾ ഇല്ലേ മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് മാവിലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, നോൺ വെജ് കഴിക്കുന്നവർക്ക് കുഴപ്പമില്ല, കഴിക്കാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് എന്തെങ്കിലും ടിപ്പൊന്നുമില്ല കേട്ടോ. കഴിക്കുന്നവർക്കാണ് പറയണം. ഒരു മുട്ട ജസ്റ്റ് ഒന്ന് മാവിലോട്ട് മിക്സ് ചെയ്തെങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് നോക്കിയേ. സമയമൊന്നും എടുത്ത് അരമണിക്കൂർ 1 മണിക്കൂർ ഒന്നും എടുത്ത് വെക്കട്ടെ. ഒഴിക്കാൻ പോണ സമയത്ത് ജസ്റ്റ് ഒന്ന് എഗ്ഗൊന്ന് മിക്സ് ചെയ്തെങ്ങാണ്ട് ഒഴിച്ച് നോക്കിക്കായിട്ടായിട്ട് ഇപ്പോൾ ഒന്ന് പരീക്ഷിച്ചിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. വർക്കായോന്ന്. എനിക്ക് വർക്കാവാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വർക്കായോ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും വർക്കാവും കേട്ടോ. ഞാൻ ഒഴിച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗൈസ്, പാന് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഓയിൽ തൂത്ത് കൊടുക്കാവേ. ഓയിൽ ഇത്തിരി ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഓയിൽ വേണ്ടത്രക്ക് ഓയിൽ ഒഴിച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എടുക്കണതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് ചീസോ ബട്ടറോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അത്ര ഹെൽത്തിയാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇന്നലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഈ പാൻ കേക്ക് പോലെയൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റണതാണ്. ഇന്നലെ ഈ ഉണ്ടാക്കിയ സാധനം നല്ല ഇഷ്ടമായി കേട്ടോ. ഇഷ്ടമായപ്പോൾ മോള് ഇന്നും ഉണ്ടാക്കി തരുമേന്ന് ചോദിച്ചത് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അടി കരിയാതിരിക്കാനില്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഒന്ന് ചെറിയ തീയിൽ ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അടിയൊന്ന് കരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കാവേ. അടി കരിയാം. വേഗവാതെ നമ്മൾ മറിച്ചിട്ടാലില്ലേ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ടാവുകയെ. അപ്പോൾ എന്ത് ചെയ്യാം, നന്നായി വേകാനുള്ള സമയം കൊടുക്കുക. സമയം കൊടുത്തു കഴിഞ്ഞിട്ട് ഇതാക്കാം കേട്ടോ. അതിൻ്റെ സൗണ്ട് എന്തെങ്കിലും പറയരുത്. എനിക്ക് നല്ല ത്രോട്ട് പെയിൻ ഉണ്ട് കേട്ടോ, ജലദോഷമുണ്ട്, നല്ല ഫീവറൊക്കെ ഉണ്ടായിരുന്നു.
ഇതാണ്ടോ, ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ മുട്ട ഒഴിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ദോശൻ്റെ ടിപ്സ് പറഞ്ഞു തന്നില്ലേ. എഗ്ഗ് ഒഴിച്ചാൽ എന്ത് സാധനം, ഇപ്പം നമുക്ക് ഗോതമ്പ് ദോശ വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് ദോശ ഒന്നും ആദ്യം ഒഴിച്ചാൽ കിട്ടുക തന്നെ ഇല്ല അല്ലേ. നമ്മൾ കുറേ ട്രൈ ചെയ്ത് നോക്കണല്ലേ. അതുപോലെ ഞാൻ റാഗി ദോശൻ്റെ ഒരു റെസിപ്പി ഇട്ടുണ്ടായിരുന്നു, അതിലും എഗ്ഗില്ലേ, എഗ്ഗ് മിക്സ് ചെയ്ത് പറഞ്ഞ എങ്ങനെയുണ്ട്? ന്യൂട്രീഷ്യസ് ആണ്, ഡെലീഷ്യസ് ആണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് പച്ചമുളക് മുറിച്ചിട്ട് കൊണ്ട് അടിയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ മല്ലിച്ചപ്പ്, മറ്റേ മുളക് പൊടിയും മറ്റേ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാ. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? രണ്ട് സൈഡ് നന്നായി വേവാനുള്ള സമയം കൊടുക്കുക. അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. ഇതിന് കറികളൊന്നും വേണ്ട കേട്ടോ, വെറുതെ കഴിക്കാൻ കൊടുക്കട്ടെ കുട്ടികൾക്ക്. ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞു നോക്കൂട്ടോ, എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവും. അതെ, ഇനി സെർവ് ചെയ്യാം കേട്ടോ കുട്ടികൾക്ക്. കാണാൻ എങ്ങനെയുണ്ട്? കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്നും കൂടി പറയണം കേട്ടോ. താങ്ക് യു ഗൈസ്.